ഗണപതിയുടെ പ്രസാദം വർഷങ്ങളോളമായിട്ട് ഞാനത് വീട്ടിലുണ്ടാക്കിയിട്ട് ഭഗവാനും വയ്ക്കും. പിന്നെ 2-3 ദിവസം നമ്മൾ കഴിക്കുകയും ചെയ്യും. പ്രസാദവും പിന്നെ അപ്പം തന്നെ ഇതൊരു മരുന്നും കൂടിയിട്ടല്ലേ. അവിനുണ്ട്, കൊട്ടത്തേങ്ങ, ജീരകം, ഏലക്കായ, പൊട്ടുകടല, മുന്തിരി, ശർക്കര, നെയ്യ്, പച്ചനാളികേരം, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ചേരുന്നുണ്ട്. അത് മരുന്നും കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് 2-3 ദിവസത്തേക്ക് വേണ്ടിയിട്ട് അധികം ഉണ്ടാക്കിയിട്ട് വയ്ക്കുന്നത്. അപ്പോൾ രാവിലെ ഇത് കഴിക്കും 2-3 ദിവസം. പരമാവധി എല്ലാവരും ഉണ്ടാക്കാൻ നോക്കുക. ഒരു അരമണിക്കൂർ നേരത്തെ ഒരു കഷ്ടപ്പാടുള്ളൂ. അതിലത്തെ ഓരോ കാര്യത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. ഔഷധക്കൂട്ട്. കർക്കിടകം 1 അടിച്ചുവാരി തുടക്കൽ കഴിഞ്ഞ് ശീബോധി വെച്ച് രാമായണം വായിക്കൽ കഴിഞ്ഞ് ഗണപതിക്കുള്ള പ്രസാദമൊക്കെ ഉണ്ടാക്കി ഭഗവാന് കൊണ്ടുവച്ചതിന് ശേഷമാണ് ഇന്നത്തെ എൻ്റെ ചായ കുടിക്കുന്നത്. രാവിലത്തെ ഇതാണ് ചായ എന്ന് പറയുമ്പോൾ തീരെ കടുപ്പമുണ്ടാവാറില്ല. എനിക്ക് ഏറ്റവും ചായ എന്ന് പറിച്ചിട്ടുള്ളൂ, തീരെ കടുപ്പം വേണ്ട. അങ്ങനെ ഇന്നത്തെയാണ് കർക്കിടകം. ഇനിയും വീട്ടുപണികൾ ധാരാളം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം തയ്ക്കാൻ കയറാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു.